കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിൽ ഇന്നത്തെ എപ്പിസോഡ് കാസർഗോഡ് ജില്ലയിലെ പെരിയ ബാങ്ക് കവർച്ചയാണ്. 2009 ജൂൺ 17 പുലർച്ചെ, അതായത് നല്ല മഴക്കാലമാണ്. പെരിയ എന്ന കൊച്ചു ഗ്രാമം ഉണരുന്നത് അവിടുത്തെ ഒരു ബാങ്കിൻ്റെ കവർച്ചയുടെ വിവരം അറിഞ്ഞുകൊണ്ടാണ്. ഏതാണ്ട് 34 കിലോ സ്വർണം, ലക്ഷക്കണക്കിന് രൂപയും. ഒരു കൊച്ചു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ചെറിയൊരു ബാങ്ക്, ഗ്രാമീൺ ബാങ്ക്, അത് കൊള്ളയടിച്ച വിവരം അറിഞ്ഞാണ് ആ നാട് ഉണരുന്നത്. ആ കവർച്ചയുടെ പിന്നാലെ പോയ, ആ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയ പോലീസ് സംഘത്തിലെ ഒരു സബ് ഇൻസ്പെക്ടർ ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. 3 പതിറ്റാണ്ട് കാലം കേരളത്തിലെ ക്രൈം സ്ക്വാഡിൽ പേരെടുത്തു പറയാവുന്ന ഉദ്യോഗസ്ഥൻ. കേരളത്തിൽ എവിടെ കവർച്ച നടന്നാലും കൊലപാതകം നടന്നാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേരുകളിൽ ഒന്ന് ബിജുലാൽ. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്. 30 വർഷം സർവീസ് പൂർത്തിയാക്കി അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ പെരിയ ബാങ്കിൻ്റെ കവർച്ചയുടെ ആ നാൾ വഴികളിലൂടെയാണ് ഇന്നത്തെ ചാർജ് ഷീറ്റിൻ്റെ സഞ്ചാരം. പ്രേക്ഷകർക്കും ഒപ്പം ബിജുലാലിനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. അയാളെ അണ്ണാദുരേന്റെ പങ്കിൽ കിട്ടിയ മുഴുവൻ, അയാൾക്ക് എത്രയാന്ന് പങ്ക് കിട്ടി? 4 കിലോയിൽ 4 കിലോ. 4 കിലോ, 2 കിലോന്റെ അടുത്ത് ഏകദേശം നേരത്തെ അപ്പോൾ 6 കിലോ പിടിച്ചിരുന്നു. അതിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുക. ഞാൻ ഈ പറയുന്നില്ല, ഏകദേശമുള്ള കണക്കിലാണ് പറയുന്നത്, എന്നാലും അതിനടുത്തുള്ള സംഗതിയാണ്. ആ സ്വർണവും അവിടുന്ന് അന്നേരം തന്നെ കിട്ടുന്നു. അതുമായിട്ട് നമ്മൾ അണ്ണാദുരയും കൂട്ടി നമ്മളിങ്ങോട്ട് കാറിൽ പോരുക. അണ്ണാദുരേനെ പറ്റി പറയുമ്പോൾ, അണ്ണാദുരൈ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഏകദേശം ഒരു 50-52 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അണ്ണാദുരൈ വളരെ ചെറുപ്പത്തിലേ മോഷണം ഒരു കലയാക്കി ജീവിച്ചു വരുന്ന ഒരാളാണ്. ഇവരൊക്കെ ഒരു ഗുരുവാണ് ഈ ടീമിൻ്റെ. അണ്ണാദുരയെ ഇതുവരെ ഞങ്ങൾ പിടിക്കുന്നവരെ പോലീസ് പിടിക്കാത്തൊരു കക്ഷിയാണ്. നിരവധി കേസുകളിൽ നിരവധി ഹൗസ് ബ്രേക്കിംഗ് കേസുകളും കവർച്ചയും ഒക്കെ പങ്കാളിയായ കക്ഷിയാണ്. പക്ഷേ ഇതുവരെ അണ്ണാദുരയെ പിടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് പോലീസ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാദുരൈ കുറേ കാര്യങ്ങൾ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ അണ്ണാദുരൈ പറഞ്ഞ ഒരു തമാശ ഉണ്ട്. അണ്ണാദുരൈ പറഞ്ഞു, സാർ ഞാൻ എത്രയോ കളവ് ആന്ധ്ര, കേരളം, തമിഴ്നാട്, കർണാടകയിലൊക്കെ എത്രയോ കളവുകൾ നടത്തി. എന്നെ ഇതുവരെ പിടിച്ചിട്ടില്ല. കാരണം എനിക്ക് ഭക്തിയുണ്ട് സാർ. ഞാനത് നന്നായി പ്രാർത്ഥിച്ച് എനിക്ക് നിമിത്തങ്ങൾ എന്നെ കാണിച്ചു തരും. ഇന്ന് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ളത് എനിക്ക് കാണിച്ചു തരും. ഈ പെരിയ ബാങ്കിൽ പോകുന്ന സമയത്ത് ഇവരന്നൊരു സ്കോർപിയോ ജീപ്പിലാണ് ഈ കവർച്ചയ്ക്ക് ഇവർ പോകുന്നത്. വാടകയ്ക്കെടുത്ത സ്കോർപിയോ ജീപ്പിൽ. ഈ സ്കോർപിയോ ജീപ്പിൽ ഇവരൊക്കെ എന്ന് വെച്ചാൽ കുടുംബക്കാരാണ് എല്ലാവരും. ഈ കവർച്ചയിൽ പങ്കാളികളാകുന്ന ആളുകളെല്ലാം മിക്കവാറും ഏട്ടനനിയന്മാരെ മക്കള്. ശരിക്കും നാട്ടുകാരെ, ഏത് നാട്ടുകാരെ ഇവര്? പിന്നെ തമിഴ്നാട്, കള്ളക്കുറിച്ചി, പിന്നെ അങ്ങനെയുള്ള ആ ഭാഗങ്ങളിൽ പല സ്ഥലത്തായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പിന്നീട് അവിടെ സെറ്റിലില്ല. അവരൊക്കെ പല സ്ഥലത്തേക്കും പോകും. ഈ കവർച്ച നടത്തി പൈസ ഷെയർ ചെയ്തിട്ട് അവർ പല സ്ഥലത്ത് താമസാക്കി. പക്ഷെ ഇവരൊക്കെ ഒരു റൂട്ട് തമിഴ്നാടാണ് എല്ലാവരും. ഈ കുറുവ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇവര്. എന്താ ഈ കുറുവ സംഘം? അത് മുമ്പ് ബ്രിട്ടീഷുകാരെ കാലത്തേ ഉള്ളൊരു കഥയാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ കുറേ കൂടുതൽ നമുക്ക് അതിലേക്ക് പറയേണ്ടി വരും. കാരണം അവർ അതിൽ കൂടുതലും ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ല, ഒരു ഗോത്ര സമൂഹമാണ്. അവരിൽ പലരും ഈ കളവ് തൊഴിലാക്കിയ ആളുകളാണ് കൂടുതലും ആ കാലത്ത്. ഇന്നൊക്കെ അതിൽ മാറ്റം വരുന്നുണ്ടാവും. നമ്മളെ ഇതിൽ തന്നെ തലശ്ശേരിയിലും നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ നടന്ന പല കളവ് കേസുകളിലും കുറുവ സംഘത്തിൻ്റെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിലേക്ക് അവനെന്താ ലക്ഷണം കണ്ടത്? അത് പറയാം. അതായത് ഈ ഫസ്റ്റിൽ ഇവര് വരുന്ന സമയത്ത് ഇവൻ ആ ടീമിന്റെ ഗുരുസ്ഥാനീയനായിട്ട് ഇരിക്കുന്നത് ബാക്കിയെല്ലാം ചെറുപ്പക്കാരാണ്. വേലായുധനും കൃഷ്ണമൂർത്തിയും രമേശും ഒക്കെ ചെറുപ്പമാണ്. അപ്പം വരുന്ന ടൈമിൽ ഒരു നായ ഇണചേരുന്നത് കണ്ടു. അപ്പം തന്നെ അണ്ണാദുരൈ പറഞ്ഞു, മക്കളെ വേണ്ട, നമുക്ക് ഇന്ന് ചെയ്യണ്ട, മടങ്ങിക്കോ എന്ന് പറഞ്ഞു.
അന്നത്തെ ദിവസം അതൊരു ദുർലക്ഷണമായിട്ടാണ് അണ്ണാദുരേൻ്റെ കണക്കിൽ. അപ്പോൾ അവരത് മടങ്ങി വീണ്ടും അടുത്ത ദിവസം പ്ലാൻ ചെയ്ത് അവർ വരികയാണ്. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി. അന്നും അണ്ണാദുരൈ പറഞ്ഞു ഈ പണി വേണ്ട. അത് ചെറുപ്പക്കാർ കേട്ടില്ല. ഒരു പ്രാവശ്യം മടങ്ങി നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇനിയും ഇങ്ങനെ മടങ്ങിയാൽ നമ്മളെ കാര്യം നടക്കൂല. അതുകൊണ്ട് അവരത് അവഗണിച്ചു. ആ അവഗണിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇതെന്തായാലും പോലീസ് പിടിക്കും എന്നുള്ളത്. എനിക്ക് ആ നിമിത്തങ്ങളിലൊക്കെ നല്ല വിശ്വാസമുള്ള ആളാണ് എന്ന് പറഞ്ഞു. എന്തായാലും അണ്ണാദുരൈ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് നമുക്ക് അണ്ണാദുരൈയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പുണ്യം. അതുവരെ തെളിയാത്ത ഒരു കേസായിരുന്നു നമ്മളെ തലശ്ശേരിയിലെ പുണ്യം സഹകരണ ബാങ്കിലെ ഒരു കവർച്ച. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അതിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ പ്രതികളിലേക്ക് എത്താൻ കഴിയാതെ ക്രൈംബ്രാഞ്ച് ആയിരുന്നു ആ സമയത്ത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അങ്ങനെ നിന്നൊരു കേസിലേക്ക് ഉള്ള ഒരു വെളിച്ചം കൂടി അവിടുന്ന് കിട്ടി. അത് വേറൊരു കഥയായിട്ട് തന്നെ പറയേണ്ട സംഗതിയാണ്. അങ്ങനെയാണ് ഇതിലേക്കുള്ള അണ്ണാദുരൈയെ കിട്ടി. അണ്ണാദുരൈ, പെരിയ മുരുകൻ, കൃഷ്ണമൂർത്തി, 3 പേരെ കിട്ടി. 3 പേര്. അനീഫയുണ്ട്. അനീഫ സ്വർണം വാങ്ങി, കളവിലുള്ള ആളല്ല, അയാൾ സ്വർണം വാങ്ങി വിൽപ്പന. സംഘം മൊത്തം എത്ര പേര് ഉണ്ടായിരുന്നത്? 12ഓളം ആളുണ്ട്. അണ്ണാദുരൈയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? അണ്ണാദുരൈയിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ ചോദ്യം ചെയ്തതിൽ ചിന്നമുരുകൻ, അവൻ കരാട്ടെ മുരുകൻ എന്ന പേരും കൂടിയുണ്ട്, കരാട്ടെ മാഷാണ്. ഈ ഒരാൾ കൂടിയുണ്ട്. ചിന്നമുരുകനാണ് പൊന്നം ബാങ്കിൻ്റെയും പ്രധാന സൂത്രധാരൻ. അവൻ്റെ നേതൃത്വത്തിലാണ് പൊന്നം ബാങ്ക്. അണ്ണാദുരൈ ഇതുവരെ മറ്റൊരു കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരാളായതുകൊണ്ടും പോലീസിൻ്റെ അടുത്ത് ആദ്യമാണ്. അപ്പം അതിൻ്റെതായ ഒരു സംഗതിയിൽ കുറേ കാര്യങ്ങൾ പോലീസിനോട് കുറേ കൂടി സഹകരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അയാൾ ഉണ്ടായിരുന്നത്. അപ്പം അയാളിൽ നിന്നാണ് നമുക്ക് ചിന്നമുരുകൻ എന്ന് പറയുന്ന ഇവരെയൊക്കെ ബന്ധപ്പെട്ട മറ്റൊരു കക്ഷി. അയാൾ ഒരു കരാട്ടെ മാസ്റ്ററാണെന്നും അയാൾ ഇതിലൊരു പ്രധാന പങ്ക് വഹിച്ച, ഈ കളവിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണെന്നും ഉള്ള ഒരു വിവരം നമുക്ക് കിട്ടുന്നത്. ഇയാൾ തമിഴ്നാട് മധുരാന്തകം എലണ്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസമെന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ടീം, മോനേന്ദ്ര സാറ്, വിക്രമൻ സാറേ നേതൃത്വത്തിൽ നമ്മൾ 2 വണ്ടികളിലായിട്ട് നമ്മൾ ആ ടീം നേരെ മധുരാന്തകത്തേക്ക് പോവുകയാണ്. ഈ അണ്ണാദുരൈനെ അറസ്റ്റ് ചെയ്തു, മുതലുകളടക്കം ഉള്ള രീതിയിൽ അതൊക്കെ അറസ്റ്റ് അത് അവിടെ കൊടുത്തു. നമുക്കൊന്നും ആ സമയത്ത് ഒരു വിശ്രമില്ല. അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ. ആ സ്ഥലത്തേക്ക് നീങ്ങി ഈ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം ഇവരും താമസിക്കുന്നത് ഒരു കോളനി പോലത്തെ സ്ഥലത്താണ്. അതേസമയം അവിടെ നല്ല വീടുകളാണ്. നമ്മൾ ഈ കോളനി എന്ന് പറയുമ്പോൾ ചെറിയ വീടുകളല്ല, നല്ല ഹൈഫൈ ആയിട്ടുള്ള വീടുകളാണ്, സെറ്റപ്പിലാണ് താമസിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ കൃഷ്ണമൂർത്തിക്കൊക്കെ പിന്നെ പല സ്ഥലങ്ങളിലും ഫ്ലാറ്റും വീടും. അയാൾ താമസിക്കുന്ന വീട് തന്നെ എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയാണ് കൃഷ്ണമൂർത്തി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ പോണ്ടിച്ചേരിയുള്ള വീടിൽ ജിമ്മ് അടക്കം ഏകദേശം അന്നത്തെ കാലത്ത് ഏകദേശം 1 ലക്ഷം രൂപ ഒക്കെ വില വരുന്ന രീതിയിലുള്ള ജിമ്മ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും വലിയ സെറ്റപ്പിലാണ് എല്ലാവരും. ഫ്ലാറ്റുകളുണ്ട് കൃഷ്ണമൂർത്തിക്കൊന്നും മറ്റ് ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാതെ. അതിൽ പിന്നെ വേലായുധൻ രമേശൻ എന്നവർക്കൊക്കെ അത്യാവശ്യം മദ്യപാനം ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണമൂർത്തി ശരീരം നന്നായി നോക്കും. വളരെ നല്ല രീതിയിൽ കിട്ടുന്ന കാശ്, കളവ് ചെയ്ത് കിട്ടുന്ന കാശിന് സമ്പാദിച്ചു വെക്കും. ബാംഗ്ലൂരിലും പല സ്ഥലങ്ങളിലും ഫ്ലാറ്റുകളടക്കം വാങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ചിന്നമുരുകനും മറ്റ് ദുശീലങ്ങളൊന്നുമില്ല. കിട്ടുന്ന പൈസ, മദ്രാസിൽ അയാൾക്ക് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മധുരാന്തകത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലാണ് അയാൾ ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇയാളെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അത് സൈബറിൽ ഇങ്ങനെ നമ്മളത് നിരീക്ഷിച്ചു കൊണ്ടേ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ വീട് നമ്മൾ വളരെ രഹസ്യമായിട്ട് അതിലോടി അന്വേഷിച്ച് വീടും സ്ഥലവും നമ്മൾ കണ്ടെത്തി. ആ വീട്ടിൽ നേരിട്ട്
പോയിട്ട് അവനെ എടുക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതിനിടയ്ക്ക് ഈ എലണ്ടത്തൂർ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ CI സാറ് നമ്മുടെ വിക്രം സാറ് പോകുന്നു. വിക്രം സാറ് പോയി അവിടുത്തെ ഇൻസ്പെക്ടറോട് നമ്മളിങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ്, അപ്പം നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഇപ്പം അവൻ അവിടെ ഇല്ല, അവൻ്റെ ഫോണ് ഓണായിട്ടില്ല, ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ പറയും, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അത് ഇൻസ്പെക്ടർ നമ്മുടെ വിക്രം സാറോട് പറയുന്നുണ്ട്, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, ഞങ്ങളെ സഹായം ഇല്ലാതെ നിങ്ങൾ അവിടത്തേക്ക് പോവരുത്, അവിടെ എന്തെങ്കിലും വിഷയം വന്നാൽ അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പ്രശ്നങ്ങളായി മാറും എന്നുള്ളത്. അവിടേക്കാണ് ഒരു ഓഫീസറെ മിടുക്ക്, അദ്ദേഹം ഈ രീതിയിലല്ല നമ്മളോട് വന്ന് പറയുന്നത്, പ്രശ്നമൊന്നുമില്ല, ആ ഏരിയയിൽ നമുക്ക് നോക്കിയിട്ട് പോവാം, പിന്നെ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉള്ളൂ, നോക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന സംഗതിയുള്ളൂ. അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകളെ ഒരിക്കലും ഒരു സംഘർഷത്തിലാക്കൂല, ഒന്നും ആക്കാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാന്നുള്ളത് അതൊക്കെ അവർക്കൊരു മിടുക്കാണത്. ആ ഒരു രീതിയിലാണ് നമ്മളെ കണ്ടത്. അപ്പോൾ അവിടെ പ്രമോദ്, കുമാരൻകുട്ടി, സന്തോഷ്, അജിയൻ, ഞാൻ തുടങ്ങിയ നമ്മളെല്ലാം ഉണ്ട്, പിന്നെ മോനേന്ദ്ര സാറ് ഉണ്ട്, അങ്ങനെ അവിടെ എത്തി. എല്ലാവരും, ശശിയേട്ടൻ തുടങ്ങിയ ടീമെല്ലാം അവിടെ സെറ്റിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വളരെ ഒരു കുഗ്രാമാണ്, താമസിക്കാൻ വരെ സ്ഥലമില്ലാത്ത എലണ്ടത്തൂര്. അവിടെ നമ്മൾ ആ കാലഘട്ടത്തിൽ കഴിച്ചു കൂട്ടിയത് പല പീടിക വരാന്തയിൽ, ലോഡ്ജൊന്നുമില്ല, വരാന്ത ഫോൺ ഓണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതേസമയം തന്നെ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റൂല. അപ്പം കട വരാന്ത, അതിൻ്റെ റെയിൽവേ ലൈനെല്ലാം പോകുന്നുണ്ട്, അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ റെയിൽപാളം ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിൽ 1-2 ദിവസം നമ്മൾ അവിടെ തങ്ങി. അങ്ങനെ ഇവൻ്റെ ഫോണ് ഓണാവുന്നു, സൈബർ സെല്ലിൽ നിന്ന് വിളി വരുന്നു. അപ്പോൾ സന്തോഷും ടീമെല്ലാം അത് നോക്കുമ്പോൾ ഇവൻ്റെ ഫോൺ ലൊക്കേഷൻ മുംബൈ ആരോ മിൽക്ക് കോളനി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. വിക്രം സാർ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ എന്നോടും അജയനോടും പറഞ്ഞു, നിമിഷം നിങ്ങൾ ബോംബെക്ക് വിട്ടോളണം, ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാനും അജയനും ആദ്യമായിട്ടാ അന്നാന്ന് ഫ്ലൈറ്റ് കയറുന്നത്. അതിനുശേഷം പല പ്രാവശ്യം നമുക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ ഞങ്ങളുടെ യാത്ര എൻ്റെ അജയന്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും. പെരിയ ബാങ്ക് കവർച്ചയിലെ ചിന്നമുരുകനെ തേടിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞാനും അജയനും കൂടി അവിടെ എത്തി. ഈ ആരോ മിൽക്ക് കോളനി എന്ന് പറയുന്നത്, നമ്മൾ ബോംബെയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഉള്ള ബന്ധം വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറേ ആളുകളെ അവിടെ പരിചയമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ബന്ധം വെച്ച് നമ്മൾ ആ സ്ഥലത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കെ വിക്രമൻ സാറെ അടുത്ത ഫോൺ വിളി വരുന്നു, നിങ്ങൾ കയറിപ്പോര്, ഇവനേതോ ട്രെയിനിലുള്ളതെന്ന് തോന്നുന്നു, ഏകദേശം ചെന്നൈക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്, ഫോണ് ഇപ്പം ചെന്നൈയിലുള്ളത്, വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയാണ് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്നേരം തന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോന്നു. അന്ന് രാത്രി ഈ ടീം, വിക്രം സാറും മോനേന്ദ്ര സാറേയും ഈ പ്രമോദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, കുമാരൻകുട്ടിയേട്ടൻ ഇവരുൾപ്പെട്ട ഈ ഒരു ടീം ഇവനെ കാത്ത് വീട്ടിൻ്റെ അടുത്ത് പതുങ്ങി അവർ ആ ഭാഗത്ത് അവിടെ ഉണ്ടായി. അങ്ങനെ രാത്രി അവനവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ടുള്ള അവർക്ക് ബോധ്യപ്പെട്ടു വീട്ടിൽ. അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്ന ഇവരെ വീട്ടിൻ്റെ ഈ കുളിമുറി പുറത്തെ സൈഡിൽ ആയിട്ടാണ്. അപ്പോൾ രാത്രി ചിന്നമുരുകൻ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തോർത്തായിട്ട് കുളിക്കാൻ ഈ കുളിമുറിയിലേക്ക് വന്നു. അപ്പോൾ തന്നെ ടീം ആ കുളിമുറി വളഞ്ഞ് ഒരു ശബ്ദവും കേൾപ്പിക്കാതെ, അപ്പോൾ അതിനെന്തൊക്കെ ഉപായമാണ് അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് അറിയാം. തോർത്തൊക്കെ ഉണ്ട്, മുടിക്കെട്ടി ആളെ എടുത്തോണ്ട് പോകുന്നു, എടുത്ത് ആളെ കടത്തി ഇങ്ങോട്ട് വന്നു, ചോദ്യം ചെയ്തതിൽ അവൻ്റെ പങ്കും കൃത്യമായ രീതിയിൽ അവനെടുത്ത മുതലുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീട്ടിലും നമ്മൾ പോയി ഒരു സെർച്ച് നമ്മൾ അവിടെയും നടത്തി. പക്ഷെ അവിടെയുള്ള സെർച്ചിൽ ഒരു വലിയ എന്താ പറയുക, വീഴ്ച എന്ന് പറഞ്ഞൂടാ, നമുക്കുണ്ടായി. പോലീസ് പല കാര്യങ്ങളിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ, ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റാം. ഇവൻ്റെ വീട്ടിൽ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വളരെ വയസ്സായ സ്ത്രീ, ഇവൻ്റെ പാട്ടി,
ആ വീട്ടിലുണ്ട്. അവരൊരു മൂലയ്ക്ക് ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. കൂനിക്കൂടി ഇരുന്ന് അപ്പോൾ വീടും പരിസരമൊക്കെ ആക്കി അവൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ കിട്ടി. നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ഇവനോട് വിറ്റതിൻ്റെയും ഇവൻ കുറച്ച് സ്വർണ്ണങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. വിൽപ്പന നടത്തിയതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ 25 ലക്ഷം രൂപേൻ്റെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ആ പൈസ എവിടെ സാർ? അത് പാട്ടീൻ്റെ മടിയിലുണ്ടായിരുന്നു. അപ്പോൾ പാട്ടീൻ്റെ മടിയിലുണ്ടായിരുന്നു. അപ്പം നമ്മളാകെ എല്ലാവരും ഇതായി. വീണ്ടും ഉടൻ വീട്ടിലേക്ക് പോയി. പിന്നെ പാട്ടിയെ ഇന്ന് വരെ പോലീസ് മഷിയിട്ട് തപ്പിയിട്ടും ആ പാട്ടിയെ നമുക്ക് കണ്ടെത്താനായില്ല. ആ പൈസയും ആ പാട്ടി പോയി. അപ്പം അത് നമുക്ക് വന്ന ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ വരും. അതിൽ ഉണ്ടായ ഒരു കാര്യമാണ്. അതും നമ്മളെ വിജയങ്ങൾ മാത്രം പറയുമ്പം അതിനകത്ത് ഉണ്ടാകുന്ന ഫോൾട്ടുകളും കൂട്ടത്തിൽ പറയുന്നതാണ്. എന്തായാലും ഇവൻ ചോദിച്ചു നോക്കുമ്പോൾ ഇവൻ്റെ ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ കലാഭവൻ മണീൻ്റെ നമ്മളെ അന്തരിച്ച പ്രശസ്ത നടൻ അദ്ദേഹത്തിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. വലിയ ഇഷ്ടമാണ്. അപ്പോൾ കലാഭവൻ മണീനെ അനുകരിക്കും. അപ്പോൾ ആ ഒരു മാനേഴ്സൊക്കെ കാണിക്കും. അങ്ങനെ നമ്മുടെ ഈ ചിന്നമുരുകനായിട്ട് നമ്മൾ നേരെ എത്തി അവൻ്റെ അറസ്റ്റ് കാണിച്ചു. അതോടെ അവനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നമുക്ക് പുണ്യം ബാങ്കിൽ അതുവരെ അതിന് പല തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളും ഇദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ ഞങ്ങൾക്ക് ഒത്തിരി വാർത്ത വലിയ വിവാദങ്ങൾ ഉണ്ടായ പല തരത്തിൽ പല ആളുകളിലും സംശയം ഉണ്ടായ ആ പുണ്യം ബാങ്കിന്റെ ഒരു യഥാർത്ഥ ചിത്രം എങ്ങനെയാ കളവ് നടന്നി, എത്ര പേരുണ്ടായി, ചിന്നമുരുകനിൽ നിന്നാണ് നമുക്ക് ആ കവർച്ചേന്റെ കൃത്യമായ ഒരു സംഗതി. അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കണ്ണൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലീഡായിരുന്നു. അത് നമുക്കത് പിന്നീട് അതും പല രാഷ്ട്രീയ പാർട്ടികളും പലരെ ആളുകളും സംശയമനയിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ചിന്നമുരുകൻ ക്യാരക്ടർ എങ്ങനെ? ചിന്നമുരുകൻ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കായികമായിട്ട് ഫിസിക്കായിട്ട് നല്ല ഇതിലുള്ളതാണ്. കിട്ടുന്ന പണം മോഷണം തന്നെയാണ് പ്രധാന തൊഴിൽ. ചെന്നൈയിലാണ് കൂടുതലും. അവൻ്റെ 2ഓളം ഫ്ലാറ്റുകൾ നമ്മൾ അന്ന് കണ്ടെത്തി വാടകയ്ക്ക് കൊടുത്ത രീതിയിൽ. പിന്നീട് സ്വന്തമായി താമസിക്കുന്നത് ഇവിടെ. ഇവർ കൂടുതലും ഈ ജ്യേഷ്ഠാനുജന്മാരെ മക്കൾ, അവരെ പെങ്ങള് ഭർത്താക്കന്മാർ, ഇവരൊക്കെയാണ് കൂടുതലും ഇതിലുള്ളത് ഈ ഒരു സംഘത്തിൽ. അവർ ഒന്നിച്ച് ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത്, ഇപ്പോൾ പെരിയ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗണാണ്. ആ ടൗണിൽ അധികം വലിയ സെക്യൂരിറ്റി സംഗതികളും ഒന്നും ഇല്ലാത്ത ഒരു ബാങ്കാണ് എന്നുള്ളത് ഇവരെ ആളുകൾ പല യാത്രകളിലൂടെയും മറ്റും ഇവർ കണ്ടുപിടിക്കുന്നത്. ശരിക്കും അവർ ഇതിനായിട്ട് യാത്ര ചെയ്യും. ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഈ സംഗതിക്ക് പോയി അതിനെപ്പറ്റി കൃത്യമായിട്ട് അവർ പഠിക്കും. അതിൻ്റെ പരിസരം, എത്ര മണിക്ക് രാത്രി ഏകദേശം ആ ടൗണ് വിജനാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ച് എന്നിട്ടാണ് അവർ ഈ ഓപ്പറേഷന് വരുന്നത്. ഈ ചിന്നമുരുകൻ എത്തിയല്ലോ, ചിന്നമുരുകനിൽ നിന്ന് ബാക്കി സംഘത്തിലേക്കുള്ള യാത്ര അപ്പോഴത്തേക്കും ആ ടൈം നമ്മൾ ഇതൊക്കെ ഒരു സമയങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അത് ക്രൈംബ്രാഞ്ചിനാണ് ഈ കേസ് പോയത്. ഞങ്ങൾ പിന്നീട് കോൺസെൻട്രേഷൻ എന്തായി കണ്ണൂരുള്ള പുണ്യം ബാങ്ക് കവർച്ചയിലേക്കാണ്. പിന്നീട് അതിലുള്ള പ്രതികളെ അത് കണ്ണൂർ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നെങ്കിലും അതിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പ്രധാന പ്രതികളെല്ലാം നിങ്ങൾ പിടിച്ചു. ബാക്കിയുള്ളവരെ അതിനെ തുടർന്ന് പിടിച്ചു. ബാക്കിയുള്ള ആൾക്കാരെ തുടർന്നും പിടിച്ചു. അതിൽ അഞ്ചാം പുലി എന്നൊക്കെ തുടങ്ങി കുറേ പേരുകൾ വേറെ ഉണ്ട്. പിന്നീട് അവരെയൊക്കെ പല സമയങ്ങളിലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെരിയ ബാങ്ക് കവർച്ച, ആ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത്? അത് വളരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഈ ബാങ്ക് കവർച്ചയ്ക്ക് പലർക്കും പല രീതിയിലുള്ള മോഡസ് ഓഫ് ഓപ്പറാണ്ടി ഉണ്ട്. അപ്പം ഇതിൽ ഇവർ സാധാരണയായിട്ട് ചെയ്യാറ് എങ്ങനെയാണ് എന്നുള്ളത്, ഈ തമിഴ് ഗ്യാങ്, ഈ കൊറക ഗ്യാങ്ങുകൾ ചെയ്യുന്നത്, അവർ ഈ ഉളിയും ഹാമറും ഉപയോഗിച്ച് കായികമായി, എല്ലാവരും നല്ല ഫിസിക്കലുള്ള ആൾക്കാരാണ്, ചുമര് തുറന്ന് അവിടെ ഒരു ജനലാണ് ഉണ്ടായിരുന്നത് ആദ്യം. അതിൻ്റെ ആ ജനൽ എടുത്ത് അതിൻ്റെ ശേഷം ഈ ലോക്കറിൻ്റെ അകത്തേക്ക് ചുമര് തുറന്ന് ലോക്കറിൻ്റെ അകത്ത് കയറി ലോക്കറ് ഈ
ഉളിയും ഹാമറും വലിയ ചുറ്റികയും കൊണ്ട് അടിച്ചു പൊട്ടിച്ച് ഫിസിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ ഇവർ ഈ നനഞ്ഞ ചാക്ക് ഈ ഉളീൻ്റെ മുകളിൽ വെക്കുക. അപ്പം അധികം ശബ്ദം ഉണ്ടാവില്ല. എന്നാലും അവർക്ക് ഏകദേശം പുറത്ത് അവർ കാവലായിട്ട് ആളുകൾ നിൽക്കും. എന്തെങ്കിലും തരത്തിലുള്ള ആളുകൾ പോകുന്നത്, വാഹനം പോകുന്നത്, ആളുകൾ വരുന്നത് പോകുന്നത് ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവർ നിൽക്കും. ബാക്കിയുള്ള ആളുകൾ അകത്ത് അവരെ കായിക ശക്തി ഉപയോഗിച്ചിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടാണ് ലോക്കർ ഒന്നിച്ചു കൊണ്ടുവന്നില്ല. ലോക്കർ പൊട്ടിച്ച് അതിലുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് അവരുടെ സ്കോർപ്പിയോ വാഹനം ഇതിനായിട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിസരത്ത് തന്നെ സ്കോർപ്പിയോ വാഹനം നിർത്തിയിട്ടു. ആ സ്കോർപ്പിയോയിലേക്ക് ഈ സാധനങ്ങൾ എല്ലാം കയറ്റി അവർ വന്ന വഴിയിൽ തന്നെ തിരിച്ചുപോയി വിജനമായൊരു സ്ഥലത്ത് എത്തി. ഒരു കാട്ടിലേക്ക് അവർ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ ചോദ്യം ചെയ്യൽ. സ്ഥലത്തെത്തി വണ്ടി കയറ്റിയിട്ട് അതിൽ തന്നെ ഇവർക്ക് എന്തുണ്ട്, എല്ലാവർക്കും ത്രാസും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ സ്ഥലത്ത് വെച്ച് തൂക്കി ഓരോരുത്തർക്കുള്ള ഷെയർ, അത് അവരെ ആ ഒരു ലീഡർഷിപ്പിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ഷെയർ ഉള്ള എടുത്ത് അവർ അവിടുന്ന് പിരിയും. അടുത്ത ശേഷം അവർ പിരിയുന്നു. ഈ സ്കോർപ്പിയോ വാങ്ങിയ ഒരാൾക്ക് ആ സ്കോർപ്പിയോ കൊണ്ടുപോകാനുള്ളതുണ്ട്. അതോട് കഴിഞ്ഞ് പിന്നെ തമ്മിൽ ഫോൺ വിളിയില്ല, ബന്ധമില്ല. പിന്നെ ഒരു ചോദ്യം, നിങ്ങൾ മുഴപ്പിലങ്ങാടേക്ക് വരുന്നുണ്ടല്ലോ, അതൊരു കാറിന്റെ കഥ പറയുന്നുണ്ടല്ലോ ഈ മുഴപ്പിലങ്ങാട്, അതെങ്ങനെയാണ് ആ സംഭവം തുടങ്ങുന്നത്? നിങ്ങളൊരു കാറിനെ കുറിച്ചൊരു സൂചനയില്ല, ആ സൂചന എങ്ങനെ കിട്ടി? ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആ കാലഘട്ടങ്ങളിലൊക്കെ കളവ് കേസ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നിരവധി ഇൻഫോമർമാർ എപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ജ്വല്ലറി ആളുകൾ പല ആളുകളും നമ്മളെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ അത്തരം ആളുകൾ നമുക്കെപ്പോൾ ഖലീഫയുടെ മൂവ്മെന്റ് ശരിക്ക് അവരിൽ നിന്നാണ് കിട്ടുന്നത്, ആദ്യം കിട്ടുന്നത്. പക്ഷേ അതൊരു കോയിൻസിഡൻസ് ആണ്. അതേ സമയം തന്നെ മലപ്പുറം ടീം കൃഷ്ണമൂർത്തിന്റെ CDR പരിശോധിക്കുമ്പോൾ അതിലും ഈ അനീഫേന്റെ അവര് റോള് കിട്ടിയിട്ടുണ്ട്, കണക്ട് ചെയ്ത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ അന്ന് നമുക്കറിയില്ല, അനീഫയാണ് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഈ ഒരു വിവരം കിട്ടിയത് ഒരു നീല വേഗണർ കാറിൽ, നമ്പർ പോലും അറിയില്ല, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പണം, അത് ഈ പെരിയ ബാങ്കിന്റെ ഇൻസിഡന്റ് നടന്നത് കൊണ്ടാണ് അതിലുള്ള ചില ഇൻഫോമർമാർക്ക്, അവരാണ് നമ്മളെക്കാൾ വലിയ പോലീസ് സഹായിക്കുന്നത്, പിന്നെ അവര് നമ്മളെ അറിയിക്കുന്നുണ്ട്. ആ വിവരം അവർക്ക് പല അങ്ങനെയല്ല, നമ്മളോടുള്ള സ്നേഹബന്ധവും ഒരു ക്രൈം തെളിയിക്കണം തലശ്ശേരിയിൽ പത്രക്കാർ തന്നെ നിരവധി ആൾക്കാർ, സുഹൃത്തുക്കൾ നമ്മളെ തലശ്ശേരിയിൽ എന്തെങ്കിലും ചെറിയ അവർക്ക് കിട്ടുന്ന ചില ലീഡുകൾ വാർത്ത കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് തന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്കേ, ഇങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നതായിട്ട് ഉണ്ട്. അന്ന് അക്കാലത്തൊക്കെ തലശ്ശേരിയിലെ പത്രക്കാർ, നവാസിന് അറിയാലോ, നമ്മളൊക്കെ വളരെ നല്ല രീതിയിൽ എപ്പോഴും പോലീസായിട്ട് നല്ല കാര്യങ്ങൾ എപ്പോഴും നമുക്ക് തരികയും നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാന സംഗതി എന്നാൽ നമ്മളത് കേരള പോലീസിന് തന്നെ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കവർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ ഇന്ന് വരെ ഒരു സ്ഥലത്തും ബാങ്ക് കവർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതേ രീതിയിലുള്ള ഒരു ബാങ്ക് കവർച്ച. അതിനു മുമ്പ് നിരവധി സ്ഥലങ്ങളിൽ ഒരു തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും ബാങ്ക് കവർച്ചകൾ ഉണ്ടായെങ്കിലും ഈ ഒരു സംഘത്തെ, ഇതൊരു INR ഗ്യാങ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളുകളുടെ പിന്തുടർച്ചക്കാരാണ്. ഇവരെ ആ അടപടലം കേരള പോലീസിന് പൂട്ടാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനവും ഈ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ടീമൻ ചേലമ്പ്ര ഈ ടീമല്ല, ചേലമ്പ്ര മറ്റൊരു തരത്തിൽ പറയേണ്ട കാര്യമാണ്. അത് മലപ്പുറത്തെ സ്ക്വാഡ് പിടിച്ചത്, അത് വേറെ, അതും ഈ ഗ്യാങ് അല്ല, മലയാളി ഗ്യാങ് തന്നെയാണ് അത് ചെയ്തത്. അങ്ങനെ ഒരു സ്വർണം വിൽക്കാൻ തലശ്ശേരിയിൽ നടന്ന ഒരു കാറിൽ സഞ്ചരിച്ച, മാരുതി വാഗണർ കാറിൽ സഞ്ചരിച്ച ഒരാളിൽ തുടങ്ങിയ അന്വേഷണമാണ് കാസർഗോഡ് പെരിയ ബാങ്ക് കവറി. 34 കിലോ സ്വർണം, ഇന്നൊരു 10 കോടി. അതെ അതെ, അതൊക്കെ മേലെ വരും. 10 കോടി പോരാ, 10 കോടി പോരാ. ആ ഒരു നാടിൻ്റെ പാവപ്പെട്ട മനുഷ്യർ പണയം വെച്ച പൊന്നടക്കം അത് പിടികൂടിയത്. ചെറിയ കഥയല്ല ഇത്. ഇപ്പോൾ ഈ ബിജുലാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന്, അതിനകത്ത് പേര് പറഞ്ഞ മനുഷ്യരെയൊക്കെ റെയിൽവേ ട്രാക്കിൽ പ്രഭാതകൃത്യം നടത്തി, തെരുവിൽ കിടന്നുറങ്ങി, ജീവൻ പണയം വെച്ച് ആളുകളെ പിടിച്ചതുകൊണ്ടാണ്. ഇതാണ് പോലീസ്, പ്രത്യേകിച്ച് കേരള പോലീസ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബിജുലാൽ നമ്മുടെ സ്വന്തം നാട്ടിലെ പൊന്നം ബാങ്ക് കവർച്ചയുടെ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കണം. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം ബിജുലാലിനും നന്ദി, നമസ്കാരം. താങ്ക് യു.